So this is the case study not. Actual structure we are done in Changanasheri area. It's around 50 years old building. What we have done is, we first visual inspection, the certain thing, we are collecting the sample, crack identifying everything, നമ്മൾ നോർമൽ ഒരു എക്സ്പേർട്ട് സൈറ്റിൽ പോകുന്ന പോലെ ചെയ്യുന്നു. Then you can see നമുക്ക് സ്പാളിങ് ഉണ്ടാവുന്നു, വാട്ടർ ഡാമിനസ് കൊണ്ട് കമ്പി തുരുമ്പിച്ചു. Only at the corner of the building. There won't be any corrosion or visibility of corrosion in anywhere on the slab. So when you are getting a solution, what will you normally do is, നമ്മൾ അവിടെ ചിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ കൊറോഷൻ റെസിസ്റ്റന്റ് മെറ്റീരിയൽ അടിക്കും, we will address it. But actually it is not like that. First what we are doing is, after visual inspection, we done the NDT testing, identify the quality of the concrete, whether the existing concrete have strength. Then we identified whether the existing concrete have sufficient bonding with the reinforcement. റീഇൻഫോഴ്സ്മെൻറ്റ് ബോണ്ടിങ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്തപ്പോൾ പലയിടത്തും ബോണ്ടിങ് ഇഷ്യൂ ഇല്ല, ബോണ്ടിങ് ഇഷ്യൂ ഉണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് എ യൂണിഫോം നവേ. സോ നെക്സ്റ്റ് വാട്ട് വി ആർ ഡു ഈസ്, ഈ ഒരു ഇഷ്യൂ കണ്ടപ്പോൾ വി വിൽ ഗോ ഫോർ ദ കൊറോഷൻ ടെസ്റ്റിംഗ്. കൊറോഷൻ ടെസ്റ്റിങ്ങിന് ഒരു ഇഷ്യൂ, we have to remove the paint and everything, and we will just contour map പോലെ ഉണ്ടാക്കി ഒരു 50 centimeter ഗ്യാപ്പിൽ. സോ we just scan the slab and identified that these are the, ഒരു സ്ലാബ് ഉണ്ടെങ്കിൽ ആ സ്ലാബിൻ്റെ പോർഷൻ ആണ് ഈ കാണുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ ക്വാണ്ടിഫൈ വാല്യൂ പറയുന്നില്ല, ഗ്രീൻ ആണെങ്കിൽ ദർ ഈസ് നോ കൊറോഷൻ, റെഡ് ആണെങ്കിൽ ദ റീഇൻഫോഴ്സ്മെൻറ്റ് കാനോട്ട് ബി യൂസ്ഡ്. സോ ഇസ് ഗിവ് എ യെല്ലോയിഷ് കളർ. യെല്ലോയിഷ് കളർ മീൻസ് നമുക്ക് പ്രസൻസ് കാണിച്ചത് കൊറോഷൻ ആ സ്ലാബിൻ്റെ മൂലേ മാത്രമേ ഉള്ളൂ, പക്ഷേ ആക്ച്വലി ദ ഹോൾ റീഇൻഫോഴ്സ്മെൻറ്റ് ഈസ് സംതിങ് ഈസ് കൊറോഡഡ്. So we have to address that issue also at the time of solution. So in between മഞ്ഞാണെങ്കിൽ നമുക്ക് ഓക്കെ ഈ കമ്പി ഉപയോഗിക്കാം. ഈ സെയിം ടെസ്റ്റിൻ്റെ കൂടെ നമുക്ക് വേറെ റിസൾട്ടും കൂടെ തരും. ഇത് വരുന്നത് അവിടുത്തെ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റിയാണ്. ആ റീഇൻഫോഴ്സ്മെൻറ്റിനെ കവർ ചെയ്തേക്കുന്ന കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ ആ കോൺക്രീറ്റ് പോറസ് ആണോ, ഒരു വെള്ളം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡാമ്പിനെസ് അല്ലെങ്കിൽ വെള്ളത്തിനെ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറവാണോ കൂടുതലാണോ എന്നുള്ളത്. സോ റെഡിഷ് മീൻസ് ദ കോൺക്രീറ്റ് ഈസ് നോട്ട് എനഫ് ക്വാളിറ്റി ടു റെസിസ്റ്റ് ദ വാട്ടർ എഫക്റ്റ്, വാട്ടറിൻ്റെ എഫക്റ്റ്. സോ നമുക്കന്നേരം ഒരു ഡ്രസ്സ് മതി. റീഇൻഫോഴ്സ്മെൻറ്റിന് ചില ഏരിയയിൽ മാത്രമേ പ്രശ്നമുള്ളൂ, ബട്ട് കോൺക്രീറ്റ് നോട്ട് സഫീഷ്യൻറ്റ്. So what we have given the best solution is, we can either remove the cover concrete or you can give a waterproofing coating at the slab. So നമുക്ക് റീഇൻഫോഴ്സ്മെൻറ്റ് മാറ്റേണ്ട, ആവശ്യമുള്ളത് മാത്രം മാറ്റിയാൽ മതി. വി ക്യാൻ ഗീവ് എ വാട്ടർ പ്രൂഫിംഗ് ലെയർ. സോ നേരത്തെ നമ്മൾ കൊറോഷൻ കാണുമ്പോൾ ഓൺലി എ സ്മാൾ ഏരിയ, ഇവിടെ മാത്രമേ ഇഷ്യൂ നമ്മൾ കൊടുക്കത്തുള്ളൂ. ബട്ട് ആക്ച്വലി വി ഹാവ് ടു ഗീവ് എ കോട്ടിംഗ് ബൈ അഡ്രസ്സിങ് ദ ഹോൾ സ്ലാബ്. And similarly you will get the x and y. If a slab ആണെങ്കിൽ x direction, y direction reinforcement you will get. Similar thing, ഇപ്പം നമ്മൾ y direction അടുത്ത സ്ലാബ് നോക്കിയപ്പോൾ അവിടെ കോൺക്രീറ്റിൻ്റെ ക്വാളിറ്റീസ് മോസ്റ്റ്ലി എ ഗ്രീനിഷ് കളർ, ഓൺലി എ സഫീഷ്യൻറ്റ് ഏരിയ ഈസ് ഓൺലി റിക്വയർഡ് റെസിഡൻസ്. സോ ആ ഏരിയ മാത്രമായിട്ട് നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് വാട്ടർ പ്രൂഫ് ചെയ്താൽ മതി, ഹോൾ ഏരിയ ചെയ്യേണ്ട കാര്യം വരുന്നില്ല. And another thing what we have done, this is not bad on my ears, it is for bridge inspection. I will skip that. Yeah, this is the another inspection happening last year at Rani. What we have done is, this is the roof condition of that building. The totally because of low maintenance and all the concrete are porous. ഇവിടെ നമുക്ക് നോക്കിയാൽ ഇതിൻ്റെ അകത്ത് നമ്മുടെ അടുത്ത് ക്രാക്ക് അഡ്രസ്സ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ സൊല്യൂഷൻ വേണമെങ്കിൽ ക്രാക്ക് ഐഡൻറ്റിഫൈ ഉണ്ട്. ഇങ്ങനെ ഒരു സ്ലാബ് കണ്ടിട്ട് ഇതിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ വി കാനോട്ട് ഡു എനിത്തിങ്. സോ വി ഹാവ് ടു ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് വാട്ട് ഷുഡ് ബി ദ ഇഷ്യൂ. സോ വി വിൽ ഇൻസ്പെക്ട് ഈച്ച് ആൻഡ് എവരി കോർണർ. സ്ലാബിൽ സ്പാളിങ് ഉണ്ട്, ഡാമിനസ് മുകളിൽ നിന്ന് വെള്ളം ഇറങ്ങിയിട്ട് ഭിത്തിയിൽ ഡാമിനസ് കാണുന്നു, അതിൻ്റെ എഫക്ട്സ്. ക്രാക്ക് ഓൺ ദ സ്ട്രക്ചർ, also crack on the structure is there. So and you can see the right corner there is a figure using a darkish color, dampness. ഇത് വരാനുള്ള റീസൺ 2018 ഫ്ലഡ് വന്നപ്പോൾ അതിൻ്റെ ലിൻഡൽ ലെവൽ വരെ വെള്ളം ഉണ്ടായിരുന്ന ബിൽഡിങ്ങാണ്. സോ വാട്ട് അറ്റ് ദ ടൈം അവരെന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു കൺസൾട്ടൻറ്റിനെ കണ്ടു. അവർ ഒരു മാസം കഴിഞ്ഞ് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ
ജസ്റ്റ് എല്ലാം തൂത്ത് കളഞ്ഞ് തുടച്ച് കളഞ്ഞിട്ട് നേരെ പെയിൻ്റ് അടിച്ചു. ഫസ്റ്റ് 1 ഇയർ കഴിഞ്ഞപ്പോൾ ആ ബ്ലാക്കിഷ് ഡാമനസ് അപ്പിയർ ആയി. സോ ഇങ്ങനത്തെ കേസിൽ യു ക്യാൻ യൂസ് അതിൻ്റെ പെയിൻറ്റ് റിമൂവ് ചെയ്തിട്ട് ഇപ്പം സാറ് പുതിയ പ്രോഡക്റ്റ് രണ്ടെണ്ണം ലോഞ്ച് ചെയ്തു, അതുപോലത്തെ പ്രോഡക്റ്റ്സ് വെച്ചിട്ട് നമുക്ക് ആ വാട്ടർ ഡാമനസിനെ ഔട്ടർ വരാതിരിക്കാൻ വേണ്ടി വി ഹാവ് ടു സീൽ ഇറ്റ്. സീൽ ചെയ്ത് കഴിഞ്ഞിട്ട് വി ക്യാൻ ഗോ ഫോർ ദ സൊല്യൂഷൻ. അതർവൈസ് വാട്ട് വിൽ ഹാവ്, നിങ്ങൾ സൊല്യൂഷൻ കൊടുത്താലും ഈ സീൽ ചെയ്യാതെ പെയിൻ്റ് അടിച്ചാലും പിറ്റേ വർഷം നിങ്ങൾ വിഗൈൻ പെയിൻ്റ് അടിക്കാൻ പോകണം. സോ ദീസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ് വി ഹാവ് ടു അഡ്രസ്. ദെൻ ക്രാക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, then നമ്മൾ എല്ലാം ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ക്രാക്കിൻ്റെ ഇഷ്യൂ കണ്ടുപിടിക്കണം. സോ ഫൗണ്ടേഷൻ സ്ട്രെങ്ത് ചെയ്യണം, അവിടുത്തെ ഡാമേജ് അറസ്റ്റ് ചെയ്യണം. ദെൻ വി ഹാവ് ടു ഗീവ് ദ വാൾ, അതിൻ്റെ ഡാമേജ് കോട്ടിങ് കൊടുക്കണം. ദെൻ ദിസ് ഈസ് ദ അപ്പിയറൻസ്. ആ സെക്കൻഡ് ഫ്ലോറിലുള്ള ബാത്റൂമിൻ്റെ അകത്തെ ആ മോയ്സ്ചർ അബ്സോർവ് ചെയ്തിട്ട് ഓൾ ദ പെയിൻറ്റിങ് ആൻഡ് എവറിത്തിങ് ഈസ് ഡിറ്റീരിയേറ്റഡ്. സോ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വെദർ പൈപ്പിൻ്റെ ലീക്കാണോ അതോ മുകളത്തെ വെള്ളത്തിൻ്റെ ആണോ എന്ന് വി ഹാവ് ടു ഫസ്റ്റ് ഫൈൻഡ് ദ സൊല്യൂഷൻ. സോ അതിനുവേണ്ടി നമ്മൾ പൈപ്പ് ലീക്കേജിൻ്റെ ടെസ്റ്റുകൾ മറ്റും ചെയ്തു. സോ ഫൈനലി വി ഫൗണ്ട് ദാറ്റ് ഇറ്റ് ഈസ് ഓൾ ഹാപ്പനിങ് ഡ്യൂ ടു ദ സ്ലാബ് ഇഷ്യൂ. ഫൗണ്ടേഷൻ ഫ്ലഡ് വന്നപ്പോൾ ഫൗണ്ടേഷൻ ഒന്ന് ഇരുത്തി, അതിൻ്റെ ഭാഗമായിട്ട് ക്രാക്ക് ഉണ്ടായി. ഞാൻ പറഞ്ഞു ഒരു നില വരെ വെള്ളം പൊങ്ങിയിരുന്നു. അതിൻ്റെ ഇഷ്യൂ ആയിട്ട് മോളിൽ കണ്ടിന്യൂസ് മഴയായിരുന്നു, കോൺക്രീറ്റ് ഡിറ്റോറേറ്റ് ആയി. കറസ്പോണ്ടിംഗ്ലി വാട്ട് വിൽ ഹാവ്, ഹോൾ ദ സ്ലാബ് ഈസ് വാൾ ഈസ് ഡിറ്റോറേറ്റഡ്. സോ വാട്ട് വി ഹാവ് ഡൺ ഈസ് വി റിമൂവ് ആൾ ദ എക്സിസ്റ്റിംഗ് പ്ലാസ്റ്ററിങ് ആൻഡ് അതിൻ്റെ സൈഡെല്ലാം എക്സാക്ട്ലി പുവർ ആയിട്ടുള്ള കോൺക്രീറ്റ് ഉണ്ടെങ്കിൽ അതും റിമൂവ് ചെയ്തു. ദെൻ വി ഗീവ് ദ കോട്ടിങ്. സിമെൻറ്റേഷ്യസ് ബേസിലാണ്. ബട്ട് ആക്ച്വലി വി ഡോണ്ട് ഗോ ഫോർ എ ലോങ് ലാസ്റ്റിംഗ് പെർഫോമൻസ് പോളിയൂർത്തിൻ, ബിക്കോസ് ഇവിടെ കൂടാണ് അടുത്ത് നമ്മുടെ മലയോര ഹൈവേ വരുന്നത്. സോ മലയോര ഹൈവേ 5 വർഷം കഴിയുമ്പോൾ ഇവരുടെ വീട് പൊളിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു 25 വർഷത്തേക്കുള്ള സൊല്യൂഷൻ കൊടുക്കണ്ട. ദാറ്റ് ഈസ് വി ഹാവ് ടു ഗിവ് എ സൊല്യൂഷൻ ഫോർ അറ്റ്ലീസ്റ്റ് 10 years. സോ അങ്ങനെയുള്ള സൊല്യൂഷൻ കൊടുത്തിട്ട് വി ക്യാൻ അഡ്രസ് ദ ഡാമേജ് ആൻഡ് എവറിത്തിങ്. സൈമിൾട്ടേനിയസ്ലി ഞാൻ ഓൾറെഡി പറഞ്ഞു ദർ ഇസ് എ റീഇൻഫോഴ്സ്മെൻറ്റ് കൊറോഷൻ ഇസ് ദ. സോ നമ്മൾ ആദ്യം കണ്ട അനുസരിച്ചാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് മാത്രമേ കൊറോഷൻ ഉള്ളൂ. ബട്ട് ആക്ച്വലി ആഫ്റ്റർ ടെസ്റ്റിംഗ് ദ കൊറോഷൻസ് ദ ഹോൾ സ്ലാബ് ഏരിയ ഈസ് സംതിങ് ലൈക്ക് കൊറോഡഡ്. സോ അത് നമുക്ക് ആ സ്കാനിങ് കൂടെ, അല്ലെങ്കിൽ നമ്മൾ എല്ലാ ഏരിയയും ചിപ്പ് ചെയ്ത് ഫുൾ സ്ലാബ് പൊളിക്കേണ്ട ഗതിയോടെ വരും. സോ നമ്മൾ സ്കാൻ ചെയ്തിട്ട് ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള ഏരിയ ഐസൊലേറ്റ് ചെയ്തിട്ട് വി ആർ ഗീവിങ് ദ ഡ്രാം പ്രൂഫ് കോട്ടിങ്. സോ നമ്മൾ ചെയ്തു, എക്സ്പോസ് ചെയ്തു, നമ്മുടെ കെമിക്കൽസ് ഉപയോഗിച്ച് റസ്റ്റ് റിമൂവ് ചെയ്തു. ദെൻ ഫർദർ കൊറോഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി വി ആർ ഗീവിങ് എ സിങ്ക് കോട്ടിങ് ലൈക്ക് ദാറ്റ്. സിങ്ക് കോട്ടിങ് കഴിഞ്ഞിട്ട് നമുക്കറിയാം ഇത് പഴയ കോൺക്രീറ്റ് ആണ്, 10-15 വർഷമുണ്ട്. പുതിയ കോൺക്രീറ്റ് കൊടുക്കണമെങ്കിൽ വി നീഡ് ടു എഫക്റ്റീവ് ബോണ്ടിങ് ബിറ്റ്വീൻ ദ ഓൾഡ് ആൻഡ് ന്യൂ കോൺക്രീറ്റ്. അവിടെ നമുക്ക് SBR, ഇന്നത്തെ പ്രോഡക്റ്റ് ലോഞ്ചുള്ള XBR അല്ലെങ്കിൽ എപ്പോക്സി ഒരു ബോണ്ടിങ് ഏജൻറ്റ് ആഡ് ചെയ്തിട്ട് വി ക്യാൻ എഫക്റ്റീവ്ലി ബോണ്ട് ദ ന്യൂ ആൻഡ് ഓൾഡ് കോൺക്രീറ്റ്. സോ അങ്ങനെ നമ്മൾ അവിടെ കോൺക്രീറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, ചുമ്മാ സിമെൻറ്റ് പ്ലാസ്റ്റർ ചെയ്യരുത്. ഒന്നെങ്കിൽ SBR മിക്സ് ചെയ്തിട്ട് മൈക്രോ കോൺക്രീറ്റ് കൊടുക്കുക. മൈക്രോ കോൺക്രീറ്റ് മീൻ അതിൻ്റെ ചിപ്പ് സൈസ് 6 mm ആയിരിക്കും. അത് ഹൈ സ്ട്രെങ്ത് ആയിട്ടുള്ള സാധനം കൊടുത്തിട്ട് SBR പോലുള്ള കെമിക്കൽസും കൂടെ ആഡ് ചെയ്തിട്ട്, എന്നാലേ എഫക്റ്റീവ് ബോണ്ടിങ് കിട്ടും. ആഡ് ചെയ്തിട്ട് വി ഹാവ് ടു ഗീവ് ദ സൊല്യൂഷൻ. സോ ഫസ്റ്റ് തിങ്, when you are addressing some waterproofing, you need to address each and every reason. അത് കണ്ടുപിടിച്ചിട്ട് വേണം we have to give a solution. Don't blindly give waterproofing alone. അല്ലെങ്കിൽ 1 വർഷം കഴിയുമ്പോൾ നിങ്ങൾ തന്നെ മെയിൻ്റനൻസിന് 5 വർഷത്തെ ഗ്യാരണ്ടിക്ക് നടക്കേണ്ടി വരും. സോ ദാറ്റ് ഈസ് ദ വേ. ദാറ്റ്സ് വൈ നമ്മുടെ CEO പറഞ്ഞ പോലെ ഡോക്ടർ എക്സ്പേർട്ട് ഈസ് റിക്വയർഡ് ഇൻ എവറി സൊല്യൂഷൻസ്. ഓക്കെ, ദാറ്റ്സ് ഓൾ ഫ്രം മൈ സൈഡ്. താങ്ക് യു.